പെട്ടി ഒരു മൂലയ്ക്ക് കൊണ്ട് വെച്ച് അതിൽ നല്ല വാരി വലിച്ച് വെളിയിറക്കി കുക്കറിനകത്ത് ഞാൻ സ്ക്വയർ പിൻ അഡാപ്റ്റർ എടുത്തു. തൊട്ടപ്പുറത്ത് മുടി നീട്ടി വളർത്തിയ ഒരു ഇംഗ്ലീഷുകാരൻ ചേട്ടൻ നീളമുള്ള ഒരു ഷിപ്പ് കൊണ്ട് മുടിയും ചീക്കി എന്നെ നോക്കിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. തിരിച്ച് ആ ബാറിൽ തന്നെ വന്ന് ഫോൺ കുത്തി. ഫോൺ ഒരു 70% അടുത്തായപ്പോഴത്തേക്ക് ബസ്സിന് സമയമായി. കുനിഞ്ഞു നിന്ന കുമാരനാശൻ അടിച്ചുകൊണ്ട് വന്ന UK-ലാണ് ഞാൻ. ഒരു സേഫ്റ്റി ഇല്ലാതെ ബസ് സ്റ്റാൻഡിന്റെ ഏതോ ഒരു മൂലയ്ക്ക് കൊണ്ട് ബാഗ് വിട്ടിട്ട് വെളിയിലത്തെ ബാറി വന്നിരുന്ന് ഫോണും ചാർജ് ചെയ്തോണ്ടിരിക്കുന്നു. തിരിച്ചു വന്നപ്പോൾ ആരുടെ ഭാഗ്യത്തിന് ബാഗ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. നേരത്തെ മിസ്സായി പോയ ബസ് ഡയറക്റ്റ് ബസ്സായിരുന്നു. ഇനി കയറാൻ പോകുന്ന ബസ് 11:30 ആകുമ്പോൾ ഇവിടുന്ന് എടുത്ത് രാവിലെ 5:30 ആകുമ്പോൾ ലീഡ്സ് എന്ന് പറയുന്ന സ്ഥലം, പിന്നെ അവിടുന്ന് 9 മണിക്ക് അടുത്ത ബസ് നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക്. അങ്ങനെ ബസ് വന്ന് ബസ്സേ കയറാൻ പോയപ്പോഴത്തേക്ക് അടുത്ത പ്രശ്നം ലഗേജിന് എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യണം. അവിടുന്ന് പിന്നെ ഒരു കൗണ്ടറിൽ ലഗേജിന് എക്സ്ട്രാ പേയ്മെന്റ് ഉണ്ട്. നാട്ടിൽ നിന്ന് ഒരു 100 കൊണ്ട് കൈ വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതാണ് ഈ ചെലവാക്കിക്കൊണ്ടിരിക്കുന്ന പൈസ. ഈ ബസ് സ്റ്റാൻഡിന്റെ എല്ലാ മൂലം എനിക്ക് പരിചയമായി. കാരണം ഒരു ചാർജിംഗ് പോർട്ട് എന്നപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൽ നടക്കാത്ത വഴികൾ. ബസ്സിൽ കയറുന്നതിന് മുമ്പ് അതിനകത്തുള്ള ഒരു കടയിൽ കയറി ഒരു പഴം മേടിച്ചു. 10 കൊണ്ട് ഒരു നോട്ട് കൊടുത്തപ്പോൾ തിരിച്ചു കുറെ ചില്ലറ. അത് ഏതൊക്കെയാ എത്രയൊക്കെയാണെന്ന് അറിയാതെ ഞാൻ വാരി പോക്കറ്റിൽ ഇട്ടു. അപ്പോഴാണ് ഓർത്ത വെള്ളം മേടിച്ചിട്ട് 5 പൊട്ടിച്ചിരുന്ന പോലെ പുള്ളിയുടെ മുന്നിലോട്ട് പൈസ വെച്ചു കൊടുത്തു. ആവശ്യമുള്ള ചേട്ടൻ എടുത്തോളാൻ പറഞ്ഞു. അവിടെ നിന്ന് വന്ന് ബസ്സിൽ കയറിയപ്പോൾ എന്റെ തൊട്ടടുത്തൊരു മലയാളി കുട്ടിയായിട്ട് കഥയൊക്കെ പറഞ്ഞ് ഉറങ്ങി രാവിലെ 5:30 ആയപ്പോൾ ലീഡ്സിലെത്തി. അടുത്ത നമുക്കുള്ള ബസ് 9 മണിക്കേ ഉള്ളൂ.